ഹലോ ഫ്രണ്ട്സ്, കൈ നിറയെ വേക്കൻസിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. വളരെയധികം വേക്കൻസികളുണ്ട്. ബാങ്ക് ഓഫീസേഴ്സിനെ പറ്റിയുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് വേക്കൻസി ഉണ്ട്, ജൂനിയർ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അങ്ങനെ വിവിധ മേഖലകളിലുള്ള വേക്കൻസി ആയതുകൊണ്ട് ഈ വീഡിയോ നിർബന്ധമായും അവസാനം വരെ കാണുക. ഒന്നാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് പൊതുമേഖലാ ബാങ്കിലേക്കുള്ള പ്രൊബഷണറി ഓഫീസേഴ്സിൻ്റെ വേക്കൻസിയാണ്. IBPS ആണ് ഇത് നടക്കുന്നത്. 30 വയസ്സിൽ താഴെയുള്ള ഗ്രാജുവേറ്റ്സിന് ഇത് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 21 ആയതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അധികം സമയമില്ല. 5200 പരം വേക്കൻസിയാണുള്ളത്. അത് പൊതുമേഖലാ ബാങ്കുകൾക്ക് കമ്പൈൻഡായിട്ട് നടക്കുന്നതാണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക്, ഇങ്ങനെ 12 ബാങ്കുകൾക്ക് വേണ്ടി കമ്പൈൻഡായിട്ട് നടത്തുന്നതാണ്. അതിൻ്റെ അപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു, അവസാന ദിവസം ജൂലൈ 21. രണ്ടാമത്തേത് ബാങ്ക് ഓഫ് ബറോഡ ലോക്കൽ ഓഫീസേഴ്സിന് വേണ്ടിയുള്ള വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. 2500 വേക്കൻസി ഉള്ളതിൽ 50 വേക്കൻസി നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അപ്ലൈ ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ ഭാഷ അറിഞ്ഞിരിക്കണം. അതായത് കേരളമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലൊരു ടെസ്റ്റ് കൂടെ ഉണ്ടാകും. എഴുതുവാനും വായിക്കുവാനും മലയാളം അറിഞ്ഞിരിക്കണം. ബാക്കി കണ്ടീഷൻസ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. 30 വയസ്സിന് താഴെയുള്ളവരും 1 വർഷത്തെ ബാങ്കിങ് മേഖലയിൽ പരിശീലനം ലഭിച്ചവർക്കുമാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. ബാങ്ക് ഓഫ് ബറോഡ ലോക്കൽ ബാങ്ക് ഓഫീസേഴ്സിന് വേണ്ടിയുള്ള വേക്കൻസിയുടെ അവസാന തീയതി 24 ജൂലൈയാണ്. മൂന്നാമത്തെ വേക്കൻസി പറയുവാനുള്ളത് ഡൽഹി ഗവൺമെൻറ്റിൻ്റെ വിവിധ ഓഫീസുകളിലേക്കാണ്. ലാബ് ടെക്നീഷ്യനും ഫാർമസിസ്റ്റും അടക്കം ടീച്ചേഴ്സിനുള്ള വേക്കൻസിയും വന്നിട്ടുണ്ട്. നമ്മുടെ PGT ടീച്ചേഴ്സിന് ഉള്ള വേക്കൻസിയും വന്നിട്ടുണ്ട്. 2000 പരം വേക്കൻസിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡൽഹി സർക്കാരിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി 7 ഓഗസ്റ്റ് ആയിരിക്കും. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയർ വിഭാഗത്തിലേക്കുള്ള വേക്കൻസി നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ ബിരുദം നേടിയവർക്കുള്ളതാണ് ഇത് അപേക്ഷിക്കാവുന്നത്. ഇതിൻ്റെയും അവസാന തീയതി ജൂലൈ 21 ആയതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ അപേക്ഷിക്കണം. അഞ്ചാമത്തേത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഓഫീസേഴ്സിനുള്ള വേക്കൻസിക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ജനറൽ ഗ്രേഡിലും ടെക്നിക്കൽ ഗ്രേഡുമുള്ള വേക്കൻസി ഉണ്ട്. ആകെ 170 പോസ്റ്റാണ്. ജനറൽ ഗ്രേഡിലേക്കാണെങ്കിൽ നിങ്ങൾ ഗ്രാജുവേറ്റ്സിന് അപേക്ഷിക്കാം. പക്ഷേ 12ാം ക്ലാസ്സിലെങ്കിലും നിങ്ങൾ ഫിസിക്സ്, മാത്തമാറ്റിക്സ് ചെയ്തിട്ടുള്ളവരായിരിക്കണം. ടെക്നിക്കൽ വിഭാഗത്തിലാണെങ്കിൽ എഞ്ചിനീയറിംഗ് സൈഡിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് അപേക്ഷിക്കുന്നതിൻ്റെ പ്രായം 25 ആണ്. ഇതിൻ്റെ അവസാന ദിവസം ജൂലൈ 23 അതുകൊണ്ടും അപേക്ഷിക്കേണ്ടവർ എത്രയും വേഗം അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വേക്കൻസി ഡൽഹിയിലെ സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ വേക്കൻസി വന്നിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ സംശയലേശമന്യേ നമ്മൾ പറയാൻ പറ്റുന്നത് സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജാണ്. സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ 25 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ഫിസിക്സ്, സൈക്കോളജി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഒന്ന് ഓർക്കുക, നമ്മളുടെ സംസ്ഥാനത്തൊക്കെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭീമമായ ഒരു തുക കൊടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ജോലി ഉറപ്പുവരുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ഒരു ചെലവുകളുമില്ലാതെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെയും നിങ്ങളുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ലഭിക്കുന്നതാണ്. അത് ഓർക്കുക. 25 വേക്കൻസിയാണ് സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 2 അകം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലുള്ള ഇൻ്റലിജൻസ് ബ്യൂറോ ഓഫീസസ് പോസ്റ്റിലേക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട്. 27 വയസ്സിൽ താഴെയുള്ള ഗ്രാജുവേറ്റ്സ് ഓഗസ്റ്റ് 10 മുമ്പ് അപേക്ഷിക്കേണ്ടതായിരിക്കുന്നു. 3700 പരം വേക്കൻസിയാണുള്ളത്. 3 tier ഓഫ് എക്സാമിനേഷനാണ് നടക്കുന്നത്. ഇന്ത്യയിലുടനീളം വേക്കൻസി ഉണ്ട്. ലെവൽ 7 നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അവസാനമായി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ടെക്നിക്കൽ സ്റ്റാഫിലുള്ള 6000 പരം വേക്കൻസിയും നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. റെയിൽവേയുടെ ആപ്ലിക്കേഷൻ സാധാരണ നടക്കുന്നത് പോലെ അതാത് സോണിന് വേണ്ടിയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത്. 28 ജൂലൈയിൽ മുമ്പ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഗ്രേഡ് 1ലും ഗ്രേഡ് 3ലുമാണ്
വേക്കൻസി വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 8 വേക്കൻസിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റും ക്വാളിഫിക്കേഷനും മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി ഒന്നും തന്നെ പറയാത്തത് വീഡിയോ ചെറുതായിക്കോട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇറക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറിലുള്ളതും റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെയും ഇൻ്റലിജൻസ് ബ്യൂറോയുടെയും ഡൽഹി സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ള വിവിധ മേഖലകൾക്കുമുള്ള ഡീറ്റെയിൽഡ് വേക്കൻസിയെ പറ്റിയുള്ള ഒരു വീഡിയോ ഇറക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനാണ്. വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേക കാര്യം പറയുവാനുള്ളത്, സാധാരണ എൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് വീഡിയോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യുകയാണ്. കൂടുതൽ പ്രാവശ്യം ഇത് ഫോർവേഡ് ചെയ്യുന്നത് കൊണ്ട് വാട്സപ്പിൻ്റെ തന്നെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. ഫോർവേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യുകയും ചെയ്യണം. കാരണം 2-3 ദിവസത്തിനകം മറ്റു 3-4 വീഡിയോ ഇറക്കുന്നത് കൊണ്ട് അത് മിസ്സാവരുത്. അപ്പോൾ ചിലതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 21 ആയിരിക്കുന്നത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ എത്രയും വേഗം അപേക്ഷിക്കുക. വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. എങ്ങനെയാണ് പ്രിപ്പറേഷൻ നടത്തേണ്ടതെന്നും ഡീറ്റെയിൽഡ് സിലബസിനെ പറ്റിയും ഉള്ള അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കും. കാത്തിരിക്കും.